എടി, ഏതവനെയാണടി നീ അവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? കഴിഞ്ഞ ദിവസം കള്ളുകുടിച്ചു വന്ന് പ്രകാശൻ വിളിച്ചു പറഞ്ഞതോർത്തപ്പോൾ സുമതിയുടെ നെഞ്ചു കലങ്ങി. ഈയിടെയായി അയാൾക്ക് കുടി അല്പം കൂടുതലാണ്. അതിനനുസരിച്ച് സുഹൃത്തുക്കളുമുണ്ട്. ഇന്നും കുടിച്ചു വരും എന്നു സുമതിക്ക് ഉറപ്പായിരുന്നു. സന്ധ്യ മയങ്ങിയതോടെ സുമതിയുടെ ഉള്ളിൽ തീ പുകയാൻ തുടങ്ങി. പണിക്ക് പോയ പ്രകാശൻ ഇതുവരെ മടങ്ങിയെത്തിയിട്ടില്ല. ഇടവഴിയിൽ കേൾക്കുന്ന ഓരോ കാലൊച്ചയും അവളിൽ ഭീതിയുണ്ടാക്കി. 10ാം ക്ലാസ്സുകാരനായ വിനു മുറിയിലിരുന്ന് പഠിക്കുകയാണ്. പക്ഷെ അവന്റെ ശ്രദ്ധ മുഴുവൻ പുറത്തെ ഒച്ചപ്പാടുകളിലായിരുന്നു. പെട്ടെന്ന് മുറ്റത്തെന്തോ വീഴുന്ന ശബ്ദം കേട്ടു. പ്രകാശൻ എത്തിയെന്ന് സുമതിക്ക് മനസ്സിലായി. അവൾ വേഗം വാതിൽ തുറന്നു നോക്കി. പൂമുഖത്തെ സ്റ്റെപ്പിന് താഴെ അയാൾ വീണു കിടക്കുന്നുണ്ട്. ലഹരിമൂത്ത് അയാൾക്ക് എണീക്കാനോ നടക്കാനോ പോലും കഴിയുന്നില്ലായിരുന്നു. സുമതിക്ക് അയാളുടെ കോലം കണ്ടപ്പോൾ ദേഷ്യം വന്നു. അയാളെ കാണാത്തതുപോലെ സുമതി വാതിൽ കൊട്ടിയടച്ചു. അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ എണീറ്റ് വന്ന് വാതിലിൽ ആഞ്ഞൊരു ചവിട്ടായിരുന്നു തുടക്കം. സുമതി, വാതിൽ തുറക്കടി! പ്രകാശൻ അലറി. സുമതി വിറയ്ക്കുന്ന കൈകളോടെ വാതിൽ തുറന്നു. അകത്തേക്ക് കടന്ന പ്രകാശന്റെ വായിൽ നിന്ന് തെറികൾ പ്രവഹിക്കുകയായിരുന്നു. അതെല്ലാം കേട്ടുകൊണ്ടിരുന്ന വിനുവിന്റെ മുഖത്തേക്ക് സുമതി നിസ്സഹായതയോടെ നോക്കി. പ്രണയം എന്ന പേരിൽ അയാളുടെ കൂടെ തന്റെ കുടുംബത്തെ മുഴുവൻ പിണക്കി ഇറങ്ങി വന്ന ആ നിമിഷത്തെ അവൾ മനസ്സിൽ ശപിച്ചു. എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു! പൊന്നുകൊണ്ട് മൂടും, സ്വർഗം പോലൊരു ജീവിതം നിനക്ക് തരും. അതെല്ലാം വിശ്വസിച്ച് വന്ന അവൾ മണ്ടിയായി. ഓരോന്നോർത്ത് നിൽക്കെ പ്രകാശൻ മുറിയിലേക്ക് പോകുന്നത് അവൾ കണ്ടു. സുമതി പുറകെ ചെന്നു. അലമാര വലിച്ചു തുറക്കാൻ നോക്കുകയാണ്. എവിടെടി നിന്റെ അലമാരയുടെ താക്കോല്? ഇങ്ങ് തന്നേ, എനിക്ക് കുറച്ച് പണം വേണം. അത് കേട്ടതും സുമതിയുടെ നെഞ്ചിൽ തീയാളി. കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്ത തുക അതിലിരിപ്പുണ്ട്. പ്രകാശനോട് പറയാതെ വെച്ചിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ കവലയിൽ നിന്ന് അറിഞ്ഞു കാണും ഈ മാസം താൻ പൈസ വാങ്ങിയ കാര്യം. ഏത് കാലമാടന്മാരാണോ അത് ഇയാളോട് പറഞ്ഞു കൊടുത്തത്? അവരെയെല്ലാം മനസ്സുകൊണ്ട് ശപിച്ചു അയാൾ. ഇന്ന് കൂലി കിട്ടിയതല്ലേ ഉള്ളൂ, അതെവിടെ കളഞ്ഞു? എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. വിനുവിന് നാളെ ക്ലാസ്സിൽ പൈസ കൊടുക്കാനുള്ളതാണ്. ബാങ്കിലെ കടവും വീട്ടണം. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എനിക്കിത്തിരി പൈസ താ, സുമതി താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. പ്രകാശന്റെ കണ്ണുകൾ ചുവന്നു. നീ എന്നെ ചോദ്യം ചെയ്യാൻ വളർന്നോടി എന്നും ചോദിച്ച് അയാൾ അവളുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. അടിയുടെ ശക്തി കൊണ്ട് സുമതി കട്ടിലിന്റെ അരികിലേക്ക് തെറിച്ചു വീണു. നെറ്റി കട്ടിലിന്റെ മുനയിൽ തട്ടി ചോര പൊടിഞ്ഞു. അമ്മയുടെ കരച്ചിൽ കേട്ട് ഓടി വന്ന വിനു പ്രകാശനെ തടയാൻ നോക്കി. അച്ഛാ, അമ്മ അടിക്കല്ലേ, എനിക്ക് പേടിയാകുന്നു എന്നു പറഞ്ഞ് ആ പാവം കുഞ്ഞ് ഉറക്കെ കരഞ്ഞു. എന്നാൽ പ്രകാശൻ അവനെ തട്ടിമാറ്റി. നീ പോടാ അങ്ങോട്ട്. നിന്നെ പഠിപ്പിക്കാൻ ഞാൻ പൈസ തരണമെങ്കിൽ എന്റെ ചൊൽപ്പടിക്ക് നിൽക്കണം. സുമതിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അത്. സ്വന്തം കുഞ്ഞിനെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം അയാൾ മദ്യത്തിന് അടിമയായിരിക്കുന്നു. അന്ന് രാത്രി തന്നെ സുമതി ഒരു തീരുമാനമെടുത്തു. വിനുവിന്റെ കൈ പിടിച്ച് കയ്യിൽ കിട്ടിയ തുണികളും ഒരു സഞ്ചിയിലാക്കി അവൾ ആ പടിയിറങ്ങി. പ്രകാശേട്ടാ, നിങ്ങൾ നന്നായിട്ട് വരികയാണെങ്കിൽ മാത്രം ഞാനിങ്ങോട്ട് വരും. അല്ലെങ്കിൽ ഇനി എന്നെയും മോനെയും കാണില്ല. അവളുടെ ശബ്ദം ഇടറിയിരുന്നുവെങ്കിലും അതിലൊരു നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. സ്വന്തം വീട്ടിലേക്ക് ചെന്നാൽ തന്നെ സ്വീകരിക്കുമോ എന്നൊരു ചിന്ത അവൾക്കുണ്ടായിരുന്നു. അച്ഛനും ആങ്ങളമാരും അത്രത്തോളം സന്തോഷത്തോടെയാണ് അവളെ നോക്കിയിരുന്നത്. എന്നാൽ അവളുടെ സ്ഥിതി അറിയാവുന്ന അവർ 2 കൈ നീട്ടി അവളെ സ്വീകരിച്ചു. അവൾക്കത് വലിയ ആശ്വാസമായിരുന്നു. അവൾ തന്റെ വീട്ടിലെത്തിയതോടെ പ്രകാശനാകെ നിയന്ത്രണം വിട്ടു. പിറ്റേന്ന് തന്നെ അയാൾ അവളുടെ വീട്ടിലെത്തി ബഹളമുണ്ടാക്കി. ഹെടി, നീ എവിടെ സുഖായി വാടായെന്ന് കരുതണ്ട. നിനക്ക് വേറെ ആണുങ്ങളുമായി ബന്ധമില്ലടി. ഞാനുള്ളപ്പോൾ അവരുമായി രഹസ്യമായി കൂടാൻ പറ്റാത്തതുകൊണ്ടല്ലേടി നീ എൻ്റെ വീട്ടിൽ നിന്നിറങ്ങിയത്. സത്യം എന്താണെന്ന് നാട്ടുകാരോട് ഞാൻ പറഞ്ഞു കൊടുക്കാം. നിന്നെക്കുറിച്ച് എല്ലാവരും അറിയട്ടടി, പ്രകാശൻ ഭീഷണിപ്പെടുത്തി. ഇതെല്ലാം കേട്ട് സുമതി ആകെ തകർന്നു. ഇത്രയും ദ്രോഹം അയാൾ തന്നോട് ചെയ്തിട്ടും മറ്റൊരു പുരുഷനെപ്പറ്റി അവൾ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടും പ്രകാശന്റെ വായിൽ നിന്ന് അങ്ങനെയെല്ലാം വന്നത് അവൾക്ക് വലിയ ഷോക്കായി. എന്നാൽ അപ്പോഴും അച്ഛനും ആങ്ങളമാരും അവളെ ചേർത്ത് പിടിച്ചു. പറഞ്ഞതുപോലെ തന്നെ അയാൾ പ്രവർത്തിച്ചു. കവലയിലെ ചായക്കടയിലും മദ്യപാനികൾ കൂടുന്ന ഇടങ്ങളിലും പ്രകാശൻ സുമതിയെക്കുറിച്ച് കെട്ടുകഥകൾ മെനഞ്ഞു. അവൾക്ക് വേറെ ആരോടും അടുപ്പമുണ്ട്, അതുകൊണ്ടാണ് എന്നെ വിട്ടുപോയത്. നല്ല പെണ്ണാണെങ്കിൽ കെട്ടിയവനെ വിട്ടു പോകുമോ? ഇങ്ങനെയുള്ള വിഷം കലർന്ന വാക്കുകൾ അയാൾ ഗ്രാമം മുഴുവൻ പരത്തി. നാട്ടുകാർ പലരും അവളെ സംശയത്തോടെ നോക്കി. സുമതിക്ക് പുറത്തിറങ്ങാൻ പോലും മടിയായി. എങ്കിലും തയ്യൽ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അവൾ മകനെ പഠിപ്പിച്ചു. അമ്മേ, അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാ എന്ന് ചോദിക്കുന്ന വിനുവിനോട്, സാരമില്ല മോനെ, സത്യം തെളിയുന്ന ഒരു ദിവസം വരും എന്ന് പറഞ്ഞ് അവൾ അവനെ ആശ്വസിപ്പിച്ചു. 3 വർഷത്തോളം ഈ അവസ്ഥ തുടർന്നു. എന്നാൽ വിധി പ്രകാശന് കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു. ഒരു വൈകുന്നേരം കവലയിൽ രക്തം ഛർദ്ദിച്ച് ബോധരഹിതനായി വീണ പ്രകാശനെ നാട്ടുകാരാണ് ആശുപത്രിയിലെത്തിച്ചത്. പരിശോധനയിൽ അയാളുടെ കരൾ പൂർണ്ണമായി നശിച്ചതായി കണ്ടെത്തി. ലിവർ സിറോസിസ്.
അതിന്റെ അവസാന ഘട്ടത്തിലായിരുന്നു. വാർത്ത അറിഞ്ഞ സുമതിയുടെ വീട്ടുകാർ അവളെ തടഞ്ഞു. അവൻ നിന്നെ നാണം കെടുത്തിയല്ലേ, നിന്നെ പറ്റി അനാവശ്യം പറഞ്ഞവനല്ലേ, നീ അങ്ങോട്ട് പോകരുത്. പക്ഷേ സുമതിയുടെ മനസ്സിൽ അയാളോട് വെറുപ്പല്ല, മറിച്ച് ദയയായിരുന്നു. അതൊക്കെ അയാൾ മദ്യത്തിന്റെ ലഹരിയിൽ ചെയ്തതാണ്. ഈ അവസ്ഥയിൽ അയാളെ ആര് നോക്കും? അയാളുടെ കൂടെ കുടിച്ചിരുന്നവർ ആരെങ്കിലും അവിടെയുണ്ടോ? അവൾ ആശുപത്രിയിലേക്ക് ഓടിയെത്തി. ICUവിന്റെ പുറത്ത് അവൾ കണ്ടത് പരിതാപകരമായ കാഴ്ചയാണ്. പ്രകാശിന്റെ പഴയ കൂട്ടുകാരോ അയാൾക്ക് വേണ്ടി മദ്യം വാങ്ങിക്കൊടുത്തവരോ ആരും അവിടെയില്ല. മുഷിഞ്ഞ വസ്ത്രവുമായി വാടിയ മുഖവുമായി പ്രകാശൻ ഒരു മൂലയിൽ കിടക്കുന്നു. സുമതിയെ കണ്ടപ്പോൾ അയാളുടെ കണ്ണ് നിറഞ്ഞു. പക്ഷെ സംസാരിക്കാൻ പോലുമുള്ള ത്രാണി അയാൾക്കുണ്ടായിരുന്നില്ല. ദിവസങ്ങളോളം സുമതി അവിടെ ചിലവഴിച്ചു. തന്റെ ആഭരണങ്ങൾ പണയം വെച്ചും കഷ്ടപ്പെട്ട് സമ്പാദിച്ചും അവൾ മരുന്ന് വാങ്ങി. അവളുടെ സ്നേഹപൂർണമായ ശുശ്രൂഷയിൽ പ്രകാശൻ പതിയെ ജീവിതത്തിലേക്ക് തിരികെ നടന്നു. ഒരു വൈകുന്നേരം ബെഡിലിരുന്ന് സുമതി കഞ്ഞി കൊടുക്കുമ്പോൾ പ്രകാശൻ അവളുടെ കൈ പിടിച്ചു. സുമതി, നീ എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നത്? നിന്നെ ഇത്രയേറെ അപമാനിച്ചവനല്ലേ ഞാൻ. നിനക്കെന്നെ അവിടെ ഉപേക്ഷിക്കാമായിരുന്നില്ലേ? പ്രകാശിന്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. സുമതി പുഞ്ചിരിച്ചു. നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തെക്കാൾ വലുതല്ലല്ലോ പ്രകാശേട്ടാ ക്ഷമ. നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ, അത് മതി എനിക്ക്. ഡിസ്ചാർജ് ആയി വന്ന ദിവസം പ്രകാശൻ ആദ്യം ചെയ്തത് കവലയിലേക്ക് പോവുകയായിരുന്നു. തന്നെയും സുമതിയെയും കളിയാക്കിയവരുടെ മുന്നിൽ വെച്ച് അയാൾ കൈകൂപ്പി. ഇത്രയും കാലം ഞാൻ ഈ പാവത്തെക്കുറിച്ചാണ് പറഞ്ഞതൊക്കെ. നുണയാണ്. കള്ളുകുടിച്ച് ബുദ്ധി നശിച്ചപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞതാണ് അതൊക്കെ. എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത് ഈ പെണ്ണിൻ്റെ കരുണ കൊണ്ടാണ്. ഇനി ഞാൻ കുടിക്കില്ല. ജീവിക്കുകയാണെങ്കിൽ ഇവൾക്കു വേണ്ടി മാത്രം ജീവിക്കും. ആ വാക്കുകൾ ഗ്രാമവാസികളിൽ വലിയ മാറ്റമുണ്ടാക്കി. പരിഹാസത്തോടെ നോക്കിയിരുന്നവർ സുമതിയെ ആദരവോടെ നോക്കാൻ തുടങ്ങി. പ്രകാശൻ തന്റെ വാക്കു പാലിച്ചു. പിന്നീടൊരിക്കലും അയാൾ മദ്യശാലയുടെ പടി ചവിട്ടിയില്ല. തന്റെ അസുഖം പതുക്കെ മാറി വന്നതോടെ അയാൾ കൃഷിപ്പണികളിലേക്ക് തിരിഞ്ഞു. സുമതിയും പ്രകാശനും വിനുവും അടങ്ങുന്ന ആ ചെറിയ കുടുംബം വീണ്ടും സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. സ്നേഹം കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയാത്തതായി ഒന്നുമില്ലെന്ന് അവർ ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.